ഇല്ല ഇല്ല, ആ 300 കോടി ഞാൻ കൊടുക്കൂല. 300 കോടി വിട്ടിട്ടുള്ള പരിപാടി ഇല്ല. ഈ നിൽക്കുന്ന കണ്ണൂർ കിങ് ആണ്, മനസ്സിലായോ? അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട്. ആ വലിയ പുള്ളിയാ. യെല്ലോ ഹെയർ അല്ല, ആരും മൈൻഡ് ആക്കുന്നില്ല. കുറച്ചും കൂടി പറ. ഓറലുണ്ട്, നീ കുറച്ചും കൂടി പൊക്കി പറ. ഹലോ ഹലോ കൂട്ടുകാരി, ഹലോ കേൾക്കുന്നുണ്ട്. സഹോദരി സഹോദരി കുട്ടി പേരെന്താ? നമ്മള് വെറുതെ നിക്കണം ഇവിടെ, ചമ്മ് നമ്മള്. ഹലോ ഹലോ തങ്കച്ചി, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. തങ്കച്ചി ഇത് വന്ന് കണ്ണൂർ കിങ്. ഇത് ഏടല്ലാന്ന് പോയിട്ട് കിട്ടി. കുട്ടി കണ്ണൂർ ഹായ്, എന്താ കിങ് പേരെന്താ? വന്ന് പെരിയ ആള്, MRC ഓൾഡ് ലീഡർ. ഇപ്പൊ ലീഡർ കടയാത്. അതൊന്നും ഇവിടെ പറയണ്ട. പേരെന്താ? പേര് ധനലക്ഷ്മി. ധനലക്ഷ്മി. ഓക്കെ ഓക്കെ. ധനലക്ഷ്മി ബാങ്ക് ഉണ്ടോ? സൂപ്പർ ചളി. ബാങ്ക് ഹോസ്പിറ്റൽ. അല്ല ഇല്ല ബാങ്ക് ഇല്ല. ഓക്കെ. കുട്ടി സിംഗിളാ? ഇല്ല എന്തില്ലാന്ന്? ഐ മീൻ സിംഗിൾ தான். பாய் ஃப்ரெண்ட் இல்லன்னு சொல்ல வந்தேன். நீங்க பேர் என்ன? நான் எபின் அப்ராம். எபின் அப்ராம். ஓகே ஓகே. உங்களுக்கு தமிழ் நல்லா தெரியுமா? நல்லா தெரியும். എനിക്കും கொஞ்சம் தெரியும். கொஞ்சம் ഇങ്ങ വരല. വേണ്ട, നീ പൊക്കിയത് മതി. ഇങ്ങ വാ. എടാ, ആ നായിന്റെ വായി ഒന്ന് കൂട്ടി. ബ്രോ, നിങ്ങളാരാ? ഫ്രണ്ടാണോ? എന്റെ സിസ്റ്ററാണ്. ഓ, സിസ്റ്ററാണ്. സിസ്റ്ററിന് മാരി ചെയ്യാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഒരു മാട്രിമോണി ഇത് നടത്തുന്നുണ്ട്. നോക്കുന്നുണ്ടോ? മാരേജ് അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, ഇപ്പൊ നോക്കുന്നൊന്നുമില്ല. ആളിപ്പോ സിറ്റിയിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാളത്തേക്ക് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ചോദിക്ക്. ഓക്കെ. ഷമീർ അല്ലേ? അതെ. എന്നാ അറിയാം. അറിയാം. ഓക്കെ. പപ്പടം ഇവിടെ. ഇതെന്താ അനക്കെന്താ ഒന്നും കാണാത്ത? എൻ്റെ മൊത്തം സ്ക്രീൻ എന്താ ഇങ്ങനെ? ഇതിൽ സാധാരണ മറ്റേ മൈക്കിൻ്റെ ഇത് അതിൻ്റെ ഇതെല്ലാം കാണുമല്ലോ. ഇതൊന്നും കാണുന്നില്ല. അതെങ്ങനെ? GH പോവാം. പപ്പടം എവിടെ? ചിന്നൂട്ടിയാണോ ഇത്? ചിന്നൂട്ടിയാണോ? എന്താ ചിന്നൂട്ടി? ഓ, കുക്കുടുവാ. ഈ പിങ്ക് മുടി ബ്രോന്റെ പേരെന്താ? എന്റെ പേര് സാം. ഫാമിലിയാ? അതെ. ഏതാ ഫാമിലി? MRC. എന്താ പേരെന്താ? സാമോ? പപ്പടം ഉണ്ടോ ഇടാ? എടാ, അനക്ക് ഫുള്ള് ബഗ്ഗാന്ന്. പിന്നെ സാമു എന്ന് പറഞ്ഞതോ? എന്റെ പേര് സാം. സ്നേഹത്തോടെ എല്ലാരും പപ്പു എന്ന് വിളിക്കും. ഓ, അങ്ങനെ. എടാ, സത്യായിട്ട് ഞങ്ങക്ക് മനസ്സിലായില്ല കേട്ടാ. അല്ല, എന്റെ ഫുള്ള് ബഗ്ഗാ. ഗ്രാഫിക്സ് എല്ലാം മൊത്തത്തില് ബഗ്ഗാ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. എന്താ പരിപാടി? ചുമ്മാ ഇങ്ങനെ ചില്ലടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. എവിടെ പോകുന്നുണ്ടാ? ഇല്ല. നിന്റെ നമ്പർ ഓട്ടെ. കിട്ടി. നമുക്കൊന്ന് ഗ്യാങ് ഹൗസ് കാണാൻ പോയാലോ? കാണാൻ പോയാലോ? എന്നാ ഒരു 10 മിനിറ്റ് പോവാം. പോവാം. ഞാൻ ഒന്ന് കറങ്ങിട്ട് വരട്ടെ. ഓക്കെ. വിളിച്ചാ മതി. ശരി. ഞാനോതലൂതും പീപ്പി തട്ടിൽ നെടുമീൻ തപ്പി. ബ്രോ പേരെന്താ? ഹലോ, പോയി. റേഡിയോ കയറും. റേഡിയോയിൽ എങ്ങനെ കയറല്? അത് ഇങ്ങനെയാന്നോളി. എന്താ? നമുക്ക് പിന്നെ കാണാം. ഞാൻ പോയിട്ട് വരാം. ബൈ. കണ്ടാൽ സന്തോഷം. നിങ്ങളാരാ? ഞാൻ ട്രൈക്ക് കുറച്ചു കണ്ടില്ലായിരുന്നു. സെയിം മുടി. ഓക്കെ. എടാ, ഈ റേഡിയോയിൽ എങ്ങനെ കയറലടാ? അത് F2 നോക്കിയിട്ട് റേഡിയോയില് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യും. F2 നോക്കിയാലും ഒന്നും വരുന്നില്ല. F2 നോക്കിയിട്ടൊന്നും വരുന്നില്ല. PL എത്രയുണ്ട്?
PL 5. ആ വന്നു. ഇല്ലേ അതിൽ കയറിയിട്ട് ഏത് റേഡിയോ ആണ് ആ റേഡിയോ കയറുക. ഓക്കെ ഓക്കെ എന്ത് സംശയം എന്റെ ഫോൺ നമ്പറാ. ഫോൺ നമ്പർ തരാം. ഫോൺ ആ നിന്റെ നമ്പർ എനിക്ക് കിട്ടി. അന്ന് നിങ്ങളുടെ നമ്പർ എനിക്ക് അയക്കി. ആ ഫോണിന്റെ ചിഹ്നം പച്ചക്കളർ അതിൽ നോക്കിയിട്ട് അത്രേ ഉള്ളൂ. നീ എവിടെ പോന്ന്? ചുമ്മാ ഇങ്ങനെ കറങ്ങി കിടക്കും. ഓക്കെ വിളിക്കട്ടാ. എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ വിളിക്കും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓ സെറ്റ് അത്രേ ഉള്ളൂ. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. എന്താ? നിങ്ങളാണ് നല്ലൊരു മനുഷ്യനാണ് നിങ്ങള്. അതെന്താ? അല്ല നിങ്ങൾ വിളിക്കാനെല്ലാം പറഞ്ഞല്ലേ, വേറെ അർത്ഥത്തിലൊന്നും സംസാരിച്ചില്ലല്ലോ. വേറെന്താ സംസാരിക്കണ്ടേ? അങ്ങനെയല്ല, എന്നെ നിങ്ങക്ക് വേണ്ട ഇത്ര പരിചയമില്ലാത്തതാണ്. MRC എല്ലാം എല്ലാവർക്കും എന്നെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ അതെന്താ കാരണം? അതങ്ങനെയാണ്. അതവിടുത്തെ ചോദിച്ചാൽ മതി ബ്രേക്കിന്. ഏയ് അങ്ങനെ ഞാൻ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓസിയാണ് അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ഒരു ഗെയിമിന്റെ ഉള്ളിൽ കളിക്കുന്ന ക്യാരക്ടേഴ്സും നമ്മളെ പലതും വരും. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞതല്ലേ, ആ ഭാഗത്ത് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടണം. മനസ്സിലായി? എങ്ങനെ? അതൊക്കെ ഉണ്ട്. സീനൊന്നുമില്ല. നിങ്ങളെ റെസ്പെക്ട് ഉണ്ട്. നിങ്ങൾ വിളിക്കാതെ പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കും. നമുക്ക് അങ്ങനെ ആളൊന്നുമില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ ലീഡറിനൊക്കെ ചിലപ്പോ അറിയായിരിക്കും. സെർജിയോ ഉണ്ടായിരുന്നു. അറിയാം. നിങ്ങൾക്കൊക്കെ ഓക്കെ ബ്രോ, ഞാൻ വിളിക്കാട്ടാ. ബൈ. എന്താണ് അവന്റെ സീൻ? എന്താ അതെന്താ സീന്? ഹലോ, ഇതാര്? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കുട്ടി ഹലോ ഒന്ന് നിൽക്കോ? കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? എന്താ പേരെന്താ? ഡെയ്സി. എനിക്കറിയാം ഡെയ്സിനാ. എന്റെ പേര് ഷമീർ. സുഖാണ്. ഡെയ്സി എന്ത് ചെയ്യുന്നു? ഞാന് ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ മനസ്സുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുന്ന അയാളെ. പക്ഷെ എനിക്ക് അയാളെ കണ്ടുപിടിക്കാൻ എങ്ങനെ? ഇല്ല, എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു രൂപ. പക്ഷെ പെട്ടെന്ന് കുട്ടിയെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അയ്യോ ഇതല്ലേ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നുപോയി. ഇവിടെ ഒച്ചപ്പാട്. കുട്ടി ഇങ്ങോട്ട് വരുമോ? ഇവിടെ വേറെ ഉണ്ടല്ലോ. ഹലോ കുട്ടി. ഇങ്ങ് വാ, പറഞ്ഞുതരാം. ആളെ തേടുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വിഷമത്തിലാ കുട്ടി. വിഷമം എന്ന് പറഞ്ഞാ എനിക്കൊരു വിഷമം, എന്തോ ഒരു വിഷമം വരുന്നു. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടീനെ തപ്പിക്കൊണ്ട് ഞാൻ കുറേ വർഷങ്ങളായി ഞാൻ ഈ സിറ്റിയിൽ കിടന്ന് അലയുന്നു. പക്ഷേ എനിക്ക് ആ ഒരു രൂപത്തിൽ അങ്ങനെ ആരെയും കാണാൻ പറ്റില്ല. പക്ഷെ കുട്ടിയെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു സ്പാർക്ക്, എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇടയിലൊരു ഒരിത്. മൊത്തത്തിൽ മീൻസ് മുടി, കാല് അങ്ങനെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു ഹസ്ബൻഡ് 2 പിള്ളേരുണ്ട്. വിളിക്കവളാ, ഇങ്ങോട്ട് വിളിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. ഞാനിട്ട് കണ്ണൂർ കിങ് ഉണ്ട് എന്ന് പറ.
അല്ല ഇത് ഫ്രണ്ടാണ് ഞാൻ ചുമ്മാ തമാശക്ക് ഓർത്തതാ. ഓ തമാശയാണോ? ആ, കുട്ടി തല്ലണ്ട, തല്ലണ്ട. കുട്ടീന്റെ പേരെന്താ? എന്റെ പേര് ദർശന. ദർശന. ഓ ദർശന. ദർശന ദർശനില്ല, ആ ദർശനില്ല. ഇത് വേറെ ദർശന. നമ്മള് മീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ മറന്നുപോയോ? ആ ആ ആ, കേട്ടില്ല. ഒന്നിക്ക കോള് കെട്ടേ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. കോള് വെച്ച്. ഓക്കെ, നമ്മള് മീറ്റ് ചെയ്തിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ഒരു മിനിറ്റ്. എടി കോള് കട്ടായില്ലേ? എടി കട്ടിയടി. ഹലോ. നമ്മള് മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉണ്ടല്ലോ, പണ്ട് നമ്മള് താരന്റെ. അതെ അപ്പൊ എന്നെ മനസ്സിലായല്ലേ? ഞാൻ കാണാൻ വേണ്ടി നിക്കാ. നിങ്ങളൊരു അച്ഛൻ എന്താ കണ്ണൻ സ്രാങ്ക്? അച്ഛനില്ലേ? നിങ്ങളെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ണൻ സ്രാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി ഈ ഭാഗത്തൂടെ നടക്കുന്നതാണല്ലോ. ഉഡായിപ്പിന്റെ അങ്ങേറ്റാണ് പുള്ളിന്റെ പേര്. ആ മീൻകാരൻ. അതെ കണ്ണൻ സ്രാങ്ക്. കുട്ടി നിൽക്കാട്ടോ, അവിടെ പോലെ നിൽക്ക് ഒരു മിനിറ്റ്. എങ്ങനെ? ആ അപ്പൊ അച്ഛന്റെ പേരാണ് ഇപ്പൊ അവള് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ ഇപ്പൊ കമ്മിറ്റഡ് ആണോ? ഞാനോ? ഞാൻ കമ്മിറ്റഡ് ഒന്നും അല്ലല്ലോ. എന്താ ആരോടെങ്കിലും പറയാമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, അത് ഞാനിപ്പോ എങ്ങനെ പറയാ? എന്നാലും നമ്മള് അത്രയും നല്ല ഫ്രണ്ട്സ്, അത്രയും ഫ്രണ്ടൊന്നും അല്ലല്ലോ. എങ്ങനെയാ ഞാൻ പറയാ? ഞാൻ പക്ഷെ ഫ്രണ്ട് ആയിട്ടാ വിട്, അത് വിട്ടേക്ക്. ശരി, അങ്ങനെയല്ല. നമ്മള് ഒത്തിരി അടുപ്പമുള്ളവരോട്. ശരി, മനസ്സിലായി. ജസ്റ്റ് ആയിട്ട് കാണുന്നവരോട് മനസ്സിലായി, കുഴപ്പമില്ല. എത്ര ചോദിച്ചാലേ ഉണ്ട്, പക്ഷെ അത് ആരാണെന്നൊന്നും ചോദിക്കില്ല. ഇല്ല ആരാന്നോ ഇല്ല, അങ്ങനെ ഒന്നും ചോദിക്കാൻ. ഞാൻ അങ്ങനെ ഒരു ഇതല്ല. കുട്ടി എന്നെ കണ്ട രീതി മാറിപ്പോയിന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി BA CA. അത് മാത്രല്ല, അതിന്റെ അപ്പുറത്തോട്ടേക്ക് എനിക്കൊരു ഇതുണ്ട്, മനസ്സിലായോ? അത് ആക്ച്വലി BA CA LA ഓൾഡർ. ഹലോ, അതായത് കുറെ ഡിഗ്രീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ താരന്റെ ബോയ് ഫ്രണ്ട് മാത്രല്ല ഞാൻ. അത് കുട്ടി ആലോചിക്കണം. കുട്ടി എന്തോ ഒരു ഇവൻ താരന്റെ ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു രീതിയിൽ എന്നോട് സംസാരിക്കുന്നത്. അതെ, പരിചയം അങ്ങനെ തന്നെയാണ്. പക്ഷെ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഹോൾഡർ, കാർ ഹോൾഡർ. നോ പ്രോബ്ലം. അതെ. ശരി, അപ്പൊ കുട്ടി ഇപ്പൊ ഫ്രീ ആണോ? എനിക്ക് കുറച്ച് ഒറ്റക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടായിരുന്നു. ഫ്രീ അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഏത് മല കയറാനോ അങ്ങനെ എന്തെങ്കിലും. അല്ല, അങ്ങനെയല്ല. മല കയറുക മീൻസ് ജസ്റ്റ് ഇവിടുന്ന് നമ്മള് പുറത്ത് പോയിട്ട് എവിടെങ്കിലും നിക്കുക, അതാണ് മല കയറുക എന്ന് പറയുന്നത്. ഇറ്റ്സ് മൈ ഹോബി, മല കയറുക. പക്ഷെ നല്ല രസമാട്ടോ മല കയറാൻ, നല്ല രസമാണ്. ഒരു മലന്റെ മുകളിലൊരു സാധനം ഉണ്ട്, ഒരു ഭയങ്കര സംഭവം. അത് കണ്ടാൽ ഞെട്ടും. അത് കണ്ടാൽ എന്തായാലും ഞെട്ടും, ഉറപ്പാ. ചില്ലാടല്ല, വേറൊരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, ഞാൻ പറയാം. അതൊരു അൺഎക്സ്പ്ലെയിനബിൾ വ്യൂ ആയിരിക്കും. വ്യൂ പോയിന്റ്. അത് വ്യൂ പോയിന്റ് എന്നല്ല. വന്നോളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഭയങ്കര വ്യൂ ആണ് കിട്ടാൻ പോകുന്നത്. ബാ, കുട്ടിയും വരും. എന്താ? ഹലോ, കുട്ടി പേരെന്താ? ഹലോ അല്ല, എങ്ങനെയുണ്ട് ദർശന? നമ്മളെ പ്രാങ്ക് എങ്ങനെയുണ്ട് ദർശന? ദർശന ഇവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്. കൊറേ നേരായിടാ. എന്തുവാടി നീ ഇങ്ങനെ? ഞാൻ പ്രാങ്ക് ആക്കിയതാണ്. അനക്കെന്താ നീ വരൂല എന്നൊക്കെ അറിയറ്റാ പൊട്ടത്തി? അനക്കറിയാം നീ വരൂന്നുള്ള കാര്യം. അനക്ക് 100% ഷുവറല്ലേ? നീ വരൂന്ന് എനിക്ക് അത്രയും ഇതായിട്ട് എനിക്ക് അറിയാം. പക്ഷെ എന്നിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തത് എന്തിനാ? എന്റെ താരം വരുമ്പോ ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ, എന്റെ കുട്ടൂസ് എന്റെ കൂറ വരുമ്പോ ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാ. പറഞ്ഞു കൊടുക്ക ദർശന. ഇങ്ങനെ ഭയം പിടിക്കുന്ന പോലെ എനിക്കല്ല പറഞ്ഞു കൊടുക്കോ ദർശന. ദർശന ഞാൻ കൊറേ നേരായി ഇവിടെ. താരം പൊടിയൊക്കെ മാറ്റി സ്റ്റൈലൊക്കെ മാറ്റി വന്നപ്പം
കണ്ടപ്പോ തിരിച്ചറിയാൻ പോലും പറ്റിയിട്ടില്ല. ആർക്ക് എപ്പോ ഞാൻ നമ്മൾ ഇന്നലെ എത്ര സമയം കേട്ടോ, അടുത്ത് വന്ന് നിന്ന് ഞാനും ഉണ്ടെന്ന് പറഞ്ഞപ്പോ കുട്ടിയും വാ പോരുന്ന്. അത് ദർശന നീ കരുതിയിൽ എണ്ണൊഴിക്കരുത്. ഇത് മനസ്സിലാക്ക് സിറ്റുവേഷൻ. ഞാൻ എന്നെ ഒഴിച്ചതാരാ? അല്ല എണ്ണ ഒഴിച്ചതല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയുന്നത്, അതായത് ഈ പറഞ്ഞ പോലെ ആ ഇതാരാ ഈ കൊമ്പ് വെച്ചത്? രണ്ട് കുട്ടിയുണ്ട്. ഇത് താര. എന്റെ ഗേൾഫ്രണ്ടാ ബ്രോ, വിട്ടുപിടി. അല്ല ബ്രോ, ഞാനല്ല ബ്രോ അവന്റെ ഗേൾഫ്രണ്ട്. ഞാൻ സിംഗിളാ. അല്ല ഓള് സിംഗിൾ അല്ല, വെറുതെ പറയുന്നതാണ്. അല്ല സിംഗിൾ അല്ല. അല്ല ഞാൻ ബ്രേക്കപ്പ് ആക്കി. എപ്പം ബ്രേക്കപ്പ്? നീ അതിന്റെ ഇടയിൽ കയറി ഗോൾ അടിക്കാൻ നോക്കല്ലേ. നിന്റെ പേരെന്താണ്? തലയിൽ കൊമ്പ് വെച്ചതാ? അത് ദർശന. ദർശന വേറെ ബോയ്സ് ഉണ്ടോ? എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? നല്ല പയ്യന്മാരുണ്ട്. അല്ല നിന്റെ പേരെന്താ? പറ. നമുക്കൊന്ന് പോയി മീറ്റ് ചെയ്താലോ? പോയിട്ട് നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് വരും. തമാശ കളിക്കല്ലേ. ഞാൻ ഒരു കാര്യം പറയാം. തമാശ അത് എന്റെ പേര് ഷമീർ. അതാ ചോദിക്കുന്നത്. ബ്രോന്റെ പേരെന്താന്നാ ഞാൻ ചോദിക്കുന്നത്. എന്റെ പേര് കോസ്റ്റ ബ്രോ. എന്ത്? ഉണ്ണി കോസ്റ്റ. ഉണ്ണി പോസ്റ്റ്. ഇതാരാണ്? നമുക്ക് ഒന്ന് കാണും. ജേജേടാ മുത്തുമണി. എന്താ പറയാ, കൊറേ ആയല്ലടാ കണ്ടിട്ട്. ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഞാൻ എടലും ആയിപ്പടാ. ഒരു മിനിറ്റ്. എന്താ നിന്നെ നീ എന്നെ ഞങ്ങൾക്ക് അഗ്ഗിയാൻ അറിയില്ല. അല്ല എല്ലാം കേൾക്കുമായിരുന്നു. എന്റെ മുടി മാറിയത് കൊണ്ട് വാ ജയ. മനസ്സിലായില്ല. ഇവിടെ ഞാൻ ഒരു ചെറിയ പ്രശ്നത്തിലാണ്. അല്ല ആള് കണ്ടോ? എന്നിട്ട് എന്റെ കൂടെയാണുള്ളത്. എന്നിട്ടും ഒരു മിനിറ്റ് നിക്ക്. ഈ പ്രശ്നം തീർക്കട്ടെ. ഞാൻ ഇപ്പൊ ഒരു പ്രശ്നത്തിലാണ്. വാ, നീ സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അല്ല ദർശന ഞാൻ പറയുന്ന ആദ്യം ഒന്ന് മനസ്സിലാക്കി. ദർശന, ഈ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലല്ലോ. എന്തിനാ വെറുതെ ഒരു ഇത്? ഞാൻ തമാശക്ക് കുട്ടീനെ പ്രാങ്ക് ആക്കാൻ വേണ്ടി ഞാൻ കുട്ടീനെ പ്രാങ്ക് ആക്കാൻ വേണ്ടി കുട്ടീനെ പ്രാങ്ക് ആക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇതാക്കിയത്. അത് വിട്. വെറുതെ നിന്ന് എന്നെ ഇവിടെ വന്ന് സംസാരിച്ചു. ഇപ്പൊ പ്രശ്നം മുഴുവൻ ഞാൻ ഉണ്ടാക്കിയത്. അല്ല ദർശന പടങ്ങല്ലേ. എനിക്കത് സങ്കടം വരും. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ല ദർശന, ബാലനുണ്ടോ സിറ്റിയില്? ബാലൻ, പിന്നെ എന്റെ ബെസ്റ്റി രായൻ. താര മതി മതി ഡേ മതി. అయ్యర్లో ఇంకో మణి కట్టేది పెట్టుకున్నావు అనుకుంటా కదా. సేమ్ హెయిర్ స్టైల్ ആണ് ക്യാപ്പ് పెట్టుకున్నా. എപ്പോ ഞാൻ പൂവൊക്കെ വെച്ചിട്ട് നടക്കുക. താര ഇങ്ങോട്ട് വരൂ. സൺഡേ കൂടെ ഞാൻ വരത്തില്ല. അതെന്താ? എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ല കുട്ടി, ഞാൻ പറഞ്ഞുതരാം. അതായത് താര വരൂന്ന് നമുക്ക് അറിയുന്നോണ്ട് ഞാൻ ഒരു പ്രാങ്ക് ഒപ്പിച്ചു. ഇതാരെന്നറിയോ? ആരാ? ഐറയാണോ? പിന്നെ അന്നെ മനസ്സിലായോ? ഓ പിന്നെ നിന്നെ മനസ്സിലായി. ആദ്യം താരയുടെ കൂടെ ആകെയുള്ള നീ മാത്രമാണ്, സോ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അല്ല ഇപ്പൊ എന്റെ അങ്ങനെ തന്നെയാണല്ലോ. അല്ല എന്റേതും അങ്ങനെ തന്നെയാണല്ലോ. ഷമീറിന്റെ ഒരു പെങ്കൊച്ചുണ്ടാവും. ആ അതെ. మనకు మలయాళం రాదు కాబట్టి మనకు అర్థం కాదులే. కొన్ని కొన్ని నాకు అర్థం కావట్లేదు. నాకు కూడా అర్థం కాలేదు. നിങ്ങ ഈ ഭാഷയിൽ എന്നെ തെറി വിളിക്കല്ലേ? നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതാണ്. അതെ അതെ, അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഹലോ ഹലോ എടാ ജയ അങ്ക് വേറെ ഒന്നും കാണുന്നില്ലടാ. എന്തോ // റീലോഗ് എങ്ങനെ അടിക്കല്? അത് ദൈവത്തിന് ഇപ്പൊ വരാടാ.
ഹെൽപ്പ് അടിക്കണ്ടേ? അതെങ്ങനെയാ? ഹെൽപ്പ് എടുത്തിട്ട് മനസ്സിലായി. ദൈവത്തിനോട് പറയാം. ഹലോ താര. ആ പറ. ഇത് മനസ്സിലായി ഇതാരാ? എടാ തക്കായി. പേരെന്താ ബ്രോ? മനസ്സിലായി. എടാ നീ എന്റെ അടുത്ത് ഇതൊക്കെയല്ലടാ, നിന്നെന്താ അറിയാണ്ട്? ദൈവം ആ അതെ, ഇതാരാ? ഹലോ ലയ. ദൈവോ അല്ല അയ്യോ, ഒരു മിനിറ്റ്. ദൈവം താര. ഹലോ അല്ല ദൈവം വന്നു. ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ്. താര എഫ് താര എഫ് ആണോ? ആ ഓക്കെ ആ ലയ ഒരു മിനിറ്റ്. ദൈവത്തിന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പറയൂ. ദൈവം എനിക്ക് സ്ക്രീനില് ഒന്നും കാണുന്നില്ല. അതായത് എന്റെ ഇത് മാത്രം, ഗെയിം മാത്രമേ ഉള്ളൂ. അതങ്ങനെയല്ലേ ഉണ്ടാവും. അല്ല അതല്ല, ഈ വോയിസ് വെക്കുന്നതിന്റെ സാധനം ഉണ്ടാവും സൈഡില് കുറച്ച് എന്തെല്ലാം അതൊന്നും ഇല്ല. അതെങ്ങനെ? ഇത് എടാ ഇപ്പൊ എന്തോ ആയി. ജയ കേക്കുന്നുണ്ടോ എനിക്ക്? എടാ എനിക്കിപ്പോ മൊത്തം ബ്ലറായടാ. അത് മറ്റേ എന്ത് സാധനം? ആ ലയയുടെ പോയി. ലയ അല്ല ഐര. ആ ഐറ അല്ല, ലയനെയും കണ്ടായിരുന്നു. ലയ ഒന്നായിരുന്നല്ലോ. അറിയില്ല. നമ്മള് ഡ്രസ് അവളുടെ ഷൂ മാറ്റാൻ പോയത്. ഇപ്പൊ ഹൈറ്റ് ശരിയല്ലേ? ഇതെല്ലാം അതൊന്നും വേണ്ടണ്ട, അതൊന്നും ഇതാക്കണ്ട. ആയാലും വിട് ഹൈറ്റിന്റെ കാര്യം വിട്. സൂര്യ കൊടുത്തു. സൂര്യ ഞാൻ കാണുന്നില്ല. അല്ല ഇങ്ങ വാ, കൊമ്പ് വെച്ചാളെ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഉണ്ണി കോസ്റ്റ. എന്റെ പേര് ഷമീർ. ഷെമിറോ നമ്മൾ പരിചയപ്പെട്ടു കുറച്ച് മുമ്പ്. അതെ ബ്രോ ഒന്ന് ഷൂ ഊരിയിട്ടോ, ഹെയറിന്റെ കളർ മാറി. ഷൂ ഊരിയിട്ടിടാനോ? തലമുടി പല കളറിൽ നിന്ന് തിളങ്ങുക. ഇപ്പൊ ശരിയാവും. ശരി. ഓക്കെ. എന്താണ് ഷെമിറോ പരിപാടി? കുറച്ച് ദിവസമായിട്ട് സിറ്റിയിലൊന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ഇതാരാ എന്നോട് സംസാരിക്കുന്നത്? ഞാൻ ഡൊമിനിക്ക്. ഡൊമിനിക് കാണാനില്ലല്ലോ. പറഞ്ഞോ. ഡൊമിനിക് ഫാമിലിയാ? നമ്മളിപ്പോ 10 മിനിറ്റ് മുമ്പ് പരിചയപ്പെട്ടല്ലേ? ഞാൻ മറന്നു. മറ്റേത് ഞാന് കൊറേ എന്തല്ലോ പരിപാടിയിലായിരുന്നു. ഇപ്പൊ ഒന്ന് ഫ്രീ ആയത്. ഇനി കാണും. പിന്നെ നമ്പർ തരാം. എന്താ നിങ്ങളെന്താ പരിപാടി? വായി നോക്കല? അയ്യോ, ഇവിടെ ചുമ്മാ ആരെങ്കിലൊക്കെ വായി നോക്കി കിണ്ടി കിടക്കുന്ന അത്രേ ഉള്ളൂ. കിട്ടി നമ്പർ കിട്ടി. ഇതാ ഞാൻ എന്റെ ഷെയർ ചെയ്തിട്ടുണ്ട് മായാവിക്ക്. അപ്പൊ കാണാം ഫെഡറിക്ക. സോറി. എക്സിക്യൂട്ടീവ് പേരൊന്നും ഇടല്ലേ. താരയുടെ പോയി? ആരെയും കൂടെ പോയാ? താര എന്റെ മുടി മാറി കളിക്കുന്നുണ്ട് കേട്ടാ. ഷൂരിട്ടിട്. എന്താ ചിരിക്കാനും മാത്രം എന്താ ഉള്ള? എടാ സൂര്യ, നമ്മളൊരു ഇതിലെത്തിയ നീ ഇവളെ കാണുമ്പോ നിന്റെ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതും കൊണ്ട് വരല്ലേ സൂര്യ? എന്തിനു സാഡ്? എതുക്ക് നീ ചിരിക്കണം? എന്താച്ച് കാരണം ഇരിക്കുമല്ല. എന്നെ കാരണം താര ഇവൻ അടുത്ത ഇതിന് വേണ്ടിട്ട് വരുന്നതാ ഇവൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്. ഇതാരാ? ഹലോ, ക്രിസ്മസ് അപ്പൂപ്പ പോയാ? അല്ല എന്നോട് എന്താ പറഞ്ഞായിരുന്നോ? നീ വരൂല്ലോ താര, നമുക്ക് ഏതാ മല കയറാൻ പോവാ? നല്ലത്. മല കയറാണോ? സൂര്യൻ വരുമെന്ന് നമ്മുടെ കൂടെ.
സൂര്യ വരും, ഐര വരും. മൈര സോറി ഐര അല്ല അല്ല ഐര ഓക്കെ ആ ഓക്കെ ഓക്കെ വെയിറ്റ്, ഞാൻ അവളെ വിളിക്കട്ടെ. ആ സൂര്യക്ക് കമ്പനി ഉണ്ട്. ഐര ജെ എവിടെടാ? ഉണ്ട്. പീടിയിലോ? ഓക്കെ ഓക്കെ, ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ഒന്ന് പിക്ക് ചെയ്യാൻ വരണേ. ഓക്കെ ഓക്കെ. GH പോവാം. ഡാ മനമന്ദിരം കഴിച്ച് ട്രിപ്പ് പോകാം. സൂര്യ വാ പോവാം. വണ്ടി എടുക്ക്, ഞാൻ എടുക്കണോ? ഏയ് സൂര്യ, ഞാൻ എടുക്കാം. ആ സൂര്യന്റെ കയ്യിൽ വണ്ടി ഉണ്ടല്ലോ, അത് എടുക്ക്. ആ എന്തിരിക്കുന്നു? ഹലോ, ആരെ? നീ ആരെ? ഐറ ഇപ്പൊ സിംഗിളാണോ? അതെ. അതാ നല്ല. ഐര അതെక్కడ పోతుంది? വാ ഐര രാരാ? ഐറ വരുന്നോ? വാ. ഐര വരുന്നു. അല്ല ഇങ്ങോട്ട് പോണം. മല കയറാ. എടാ നിനക്ക് എപ്പോഴും മലയാണോ? മല കയറുമ്പോ നമുക്ക് സമാധാനം കിട്ടും. ആണല്ലേ? അതെ. കേറാം. അയ്യോ, നീ നോർമൽ സിറ്റിക്കകത്തുണ്ടെങ്കിൽ അവിടെ ആൾക്കാർ വരും, സംസാരിക്കും, അങ്ങനെയൊക്കെ ഡിസ്റ്റർബൻസ് ഒക്കെ. മല കയറി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ലല്ലോ, അതെ അതെ അതെ. അങ്ങനെ. ആര് പറഞ്ഞു? ഐറ ഒരു കൊച്ചു കള്ളിയാണല്ലോ. കൊച്ചുകളിയാ? ഞാനൊരു വിങ്മാനാ ബേസിക്കലി. എന്റെ ഫ്രണ്ട്സിന്റെ വിങ്മാനാ. അപ്പൊ ഇങ്ങനെ ബോഡി ഗാർഡ് അല്ല, മറ്റേ ഇപ്പോ അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഞാൻ ഫുൾ സപ്പോർട്ട് ആയി. ഹംസം എന്ന് പറയും. ഹംസം കുട്ടി കുറങ്ങോ? താര, നമുക്ക് ഗ്യാങ് ഹൗസ് കാണാൻ പോയാലോ? ഏത് ഗ്യാങ് ഹൗസ്? നമ്മളെ ഗ്യാങ് ഹൗസ്. நீ ஏன் Dress போட மாட்டற? ஏன் Dress போடாம இருக்க? ആര്? നീതാ. ഞാൻ ഡ്രസ് പോട്ടിരിക്കടാ. അതല്ല ഗാങ് ഡ്രസ്. ഓ ഗ്യാങ്, അതെയോ ഗ്യാങ് ഡ്രസ്സോ? ആ അല്ല, അതിപ്പോ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ఓకే ఓకే. నీకు నోరు మూసుకొని ఉండడం చేత కదా? నోరు మూసుకో. దాని గురించి ఎందుకు అడుగుతున్నావురా? നിങ്ങളെ ഈ അന്യഗ്രഹ ഭാഷ ഒന്നും നിർത്തുവോ? எனக்கு சத்தியமாയിട്ട് తెలియదు. ఏ నీకు తెలుసు, నువ్వు మూసుకో. നീ മൂസ്കോ. నువ్వు మూసుకోరా కోతి. എടാ നിനക്കും അറിയോ ഈ ഭാഷ? എനിക്ക് తెలుసు, బాగా తెలుసు. എന്താ? അവനെ തെളിവ് അറിയാം. ഇത് എനിക്ക് മാത്രമല്ല അറിയാണ്ടുള്ളൂ. ബാ എന്നാ ഇങ്ങോട്ടാ. ഇവിടെ ഇരിക്കാം. എന്നിട്ട് നീ ഇരിക്ക. എന്താണിത്? അയ്യോ ഞാൻ ചോദിച്ചല്ലോ. എന്ത് ഇത് കണ്ട? ഈ മലന്റെ മുകളിൽ കയറിയാ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതായിട്ട് കാണാൻ പറ്റും, ചെറുതായിട്ട് കാണാൻ പറ്റും. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ. കുടിച്ചോ. അത് എനിക്കിപ്പാന്നോ തിരിയുന്നു. ഫുഡ് എന്തൊക്കെ ഉണ്ടാ? ഫുഡ് എന്തൊക്കെ ഉണ്ടാ ആരുടെ കയ്യില്? ഫുഡ് എന്തൊക്കെ? ദിവസം എന്റെ അമ്മനെ കാണാൻ പോയതാ. എങ്ങനെ തരണേ ഇത്? ഞാനിവിടെ ഇടുവാ, അതെടുത്തോ. അയ്യോ അത് പോയോ? എടാ തരാൻ പറ്റൂടാ. എന്ത് പറ്റി സൂര്യ? ഫുഡ് എല്ലാം ഇവല്ലേ വടിക്ക്. ഇതോ നിർത്തിയാ നിങ്ങൾ ഈ എന്തോ ഭാഷ? താര ഒന്നും ഒറ്റയ്ക്ക് അല്ല ഫുഡ്. ഫുഡ്. എടാ ഒക്ക നിമിഷമായിരോ. ഇത് കൊള്ളാലോ. నేను కాదు, నేను ఇక్కడే ఉన్నా, తను పోతుంది. ఎక్కడ పోనారు? నేను కాల్లో ఉన్నాను రా, ఒక 2 minutes. താര വരൂ.
അവളെ AFK ആണോ? ഒരു 2 മിനിറ്റ് കേട്ടോ. ആ ഓ എന്താ ഒരു വ്യൂ അല്ലേ ഇടുന്ന്. അപ്പൊ ഐറ ഓ പറയൂ. ഐറ ഇപ്പോ ഇതിലാണോ? റിലേഷൻഷിപ്പിലല്ലല്ലോ? അല്ല ഏ അതിനാലെ ഒന്നുമില്ലടാ, ജസ്റ്റ് சொல்லிட்டேன் ഞാന്. மாமா நீ லவ் பண்ணும்போது இன்னொரு பொண்ணு கிட்ட ரிலேஷன்ஷிப் இருக்கே இல்லையா கேட்கவே கூடாது மாமா. അതെന്നാ? அது ரூல். ആ இது போய் ஐராட்ட போயிட்டு ചോദിக்கிறேன் லவ் பண்றியா இல்லையான்னு. ஐயா தாரா இதெல்லாம் பார்த்துட்டே இருக்கியா? ஒரு பண்டு താരൊക്കെ പാത്ത് എടാ അവക്ക് എല്ലാം കേക്കാടാ. കേട്ട് അവനെല്ലാം കേക്കും. சூர்யா உனக்கு கேர்ள் ஃப்ரெண்ட் இல்லையா? ഇവൻക്ക് എങ്ക ഗേൾ ഫ്രണ്ട്? ഇവൻ 2-3 പെമ്പിള്ളാരനെ നോക്കുന്നേ അല്ലേ? ചിന്നു നിന്റെ മോളല്ലേ? വിളിക്കട്ടെ ഇപ്പോ? എടി ആ വിളിക്ക്. ചിന്നു താര മിണ്ടല്ലേ, അവൾക്ക് കേൾക്കാൻ പറ്റും. ഫോൺ എടുക്ക മാട്ടാ. പോക്സോ എടുക്കലാവോ? ഏതോ തിരക്ക് പോലെ. തിരക്കാ? ഐസ് മുട്ടായി വാങ്ങി തിന്നുണ്ടാവും. വേറെന്ത് തിരക്ക്? അല്ല ரொம்ப நல்ல பொண்ணு. തിരക്കില இருக்கும். ആ തിരക്ക് അതന്നെ. ഐസ് വാങ്ങാനാ മുട്ടായി വാങ്ങാനായിട്ടും പോയിട്ടുണ്ടാവും. വേറെന്താ തിരക്ക്? ഹലോ ബേബി എங்க இருக்க பேபி? താര பேபி ലൗഡ് സ്പീക്കർ ഇടറാ. ഇല്ല ഇവിടെ ആരും ഇല്ല. ഞാൻ പതുക്കെ ആരും ഇല്ല. കുറച്ച് മാറി നിൽക്ക. നമ്മൾ ആരും കേൾക്കണ്ട. ഓക്കേ ഞാൻ മാറി നിൽക്കാം. ഫുഡ് കഴിച്ചു ബേബി. നീ ഫുഡ് കഴിച്ചാ? എടുത്ത് വെച്ചിട്ടുണ്ട്. ബേബിക്ക് വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ട്. വിശക്കുന്നുണ്ട്. நான் അവിടെ വരാ. നീനും നാനും சேர்ந்து കഴിക്കാം. அப்பா வந்து என்கிட்ட സംസാരിച്ച് വിഷമാക്കിയെന്ന്. അതാ ഞാൻ സാഡായിട്ട് ഇരുന്ന്. വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ലവ് യു ടു. ബൈ. താര നിന്റെ മോള് ഇതെന്താ ഇത്? നമ്മ 10-25 വയസ്സായ നമ്മൾ പോലും ഇങ്ങനെ സംസാരിക്കില്ല. ഇതെന്താ ഇത്? என்ன மாமா உனக்கு கலையில எனக்கு இருக்கப்பா. மாமா லவ் மாமா, அது வயசுல முக்கியல. വയസ്സ് മുഖ്യമാണ്. ഇത്രയല്ലുള്ളൂ അത്. ബാബാ നോട്ട് വിളിച്ചിട്ട് പോകുന്നു. ഇത്രയല്ലുള്ളൂ അത്. അതെങ്ങനെയാണ് പ്രേമം? ചന്ദ്രൻ അറിയോ പ്രണയത്തിനെ കുറിച്ചിട്ട്? അപ്പാക്ക് தெரியாது மாமா, ப்ளீஸ். தெரியாதா? அப்பா என்கிட்ட ப்ராமிஸ் வாங்கிருக்கு. கொஞ்சம் வெயிட் பண்ணடா. அப்பா ஊர்ல இல்ல. பார்க்கடா. அப்பா ஊர்ல இல்ல. பிரச்சனை இல்லடா. பிரச்சனை இல்ல. ബാലന്റെ നമ്പർ ഉണ്ടാ? നിന്റെ കാണുമല്ല. അമ്മ ബാലനോட പൊണ്ണു പേര് മീനുട്ടി, ഇവ പേര് ചിന്നുകുട്ടി. പോയിട്ട് വാ. വേണ്ട വിട്. അല്ലെ ഇവന്റെ അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞോളൂ. ബാ നമുക്ക് എന്നാ പോവാ, ഇറങ്ങാം. ഹലോ താര. താര ഒന്നിങ്ങ വന്നേ. അല്ല താര, നമ്മള് ഇത്രയും പ്രായമായിട്ട് പോലും നമ്മള് ബേബിന്നോ ഇതൊന്നും നമ്മള് വിളിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇതെന്താ ഇത് ഇത്ര ഇല്ലാത്ത ഇവൻ? അതെനിക്ക് മനസ്സിലാവാത്തത്. അതെന്താ അങ്ങനെ? അറിഞ്ഞൂടാ.
നമ്മുടെ ജീവിതം തന്നെ കേട്ടിട്ട് എന്തോ ആയിപ്പോയി ജീവിതമാണോ? കാര്യം. പിന്നെ നമുക്ക് സൂര്യനെ കൂട്ടാൻ പറ്റുമോ ഗ്യാങ് ഹൗസിൽ? കൂട്ടാൻ പറ്റും പറ്റുമോ? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. പറ്റും പറ്റും. എടാ ജെ ടക്കായി. ഹലോ. ആ എടാ നമുക്ക് സൂര്യനെ കൂട്ടാൻ പറ്റുമോ ഈ ഗ്യാങ് ഹൗസ് കാണിക്കാന്? ഓക്കെ, നിങ്ങൾ എവിടെ ഉള്ളേ? വാ, ഒരുമിച്ച് വാ. എന്താ ഞാനിപ്പോ അത് തീരാക്കിട്ട് ഞാൻ പലേറ്റ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ സീൻ? എന്താ എന്റെ കയ്യിൽ 6 ഗണ്ണ് നോക്കി, അതാ ഒന്ന് സോൾവ് ആക്കിട്ട് അങ്ങോട്ട് വരാം. സീനില്ല സീൻ. എവിടെ? പീടിയിലാണോ? ഞാൻ വരാം. അല്ലല്ല, ഞാൻ ഇങ്ങോട്ട് പലോട്ട് എത്തി. സീനില്ല, ഇത് സോൾവ് ആയി. Solve ആയോ? കുഴപ്പമില്ല. നിങ്ങള് സീനില്ല. ഓക്കെ. എന്നാ പിന്നെ ഞാൻ എവിടെ ഉണ്ടാകാം? അയ്യോ, ഞാൻ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലുണ്ടാവും. ഓക്കെ ഞാൻ വിളിക്കാം. ഓക്കെ. അതെ. എന്ത്? അല്ല സൂര്യയുടെ കുറിച്ച് സംസാരിക്കുക. സൂര്യന്റെ വണ്ടി എടുക്ക ഒരാൾ വണ്ടി ഇവരെ ഞാൻ ഇങ്ങനെയല്ല കണ്ടത്. ഇപ്പൊ ഷമീർ. എടാ ഷമീർ വണ്ടി എടുക്കുവേ. ആര്? അല്ല, എനിക്ക് എടുക്കണ്ട. നിന്റെ ഡ്രൈവിംഗ് സ്കിൽസ് കാണിക്ക് ബേബി ബേബി. ബേബിയാ? ലൂസ് അവൻ കേക്ക് വീഡിയോ കേറിക്കൂടാ നിൽക്കുന്നു. അതെന്താ? ബേബി ബേബി ക്യാമറ പണിയിട്ടു. ఇవాడికి వినిపించట్లేదా? హలో కత్తియా? ഇല്ല. ഈ മറ്റേ ഹോട്ട് വയർ. എടാ പൊട്ട ഷമീരി. എന്താ? എനിക്കെന്ത് വയ്യേ? എന്താ? ചെവി കേൾക്കുന്നില്ലേ? അല്ല, ഞാൻ മറ്റേ മറ്റേതായിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇതൊക്കെ. സൂര്യനെ കൊണ്ട് മാത്രം പറ്റും. ഹലോ, അങ്ങനല്ല പിന്നെങ്ങനെ? ഞാൻ പറഞ്ഞതേ മറ്റേ ഇവൻ ബേബി എന്ന് വിളിക്കുക, അവള് ബേബി എന്ന് വിളിക്കുക. ഞാൻ വിളിക്കുമ്പോ ഇവൻ കേക്കുന്ന പോലെ ഇല്ല. നമുക്കൊന്ന് അങ്ങനെ വിളിച്ചു നോക്കിയാലോ? എടാ പൊട്ട, ഞാൻ ഇത്ര നേരം അതല്ലേ വിളിച്ചു നിന്നെ. എന്നെ വിളിച്ചോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടോടാ? സൂര്യ നീ കേട്ട? സൂര്യ നിനക്ക് എപ്പോഴും ഗേൾസിന്റെ മുമ്പിൽ വെച്ച് ഇമാതിരി പരിപാടി അത് നിർത്ത് സൂര്യ. അങ്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നീയും ഞാനുമായിട്ട് ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല, മനസ്സിലാ? നീയും ഞാനും ഒരിക്കലും നല്ല രീതിയിൽ പോവാൻ പോകുന്നില്ല. അങ്കപ്പോ ഒരു കാര്യം അറിയാം, അത് ഞാൻ ചെയ്തോളാം, മനസ്സിലാ? നിന്റെ അച്ഛനെ ഞാൻ ഒന്ന് വിളിച്ചിട്ട് ബാക്കി പരിപാടി ഞാൻ ചെയ്തോളാം. മൊത്തം നീ എന്ത് പറയാന്? സൂര്യ വിട്. സൂര്യ വിട്, ഒന്നുമില്ല വിട്. എന്താ పారా కేకనా എനിക്ക്? సూర్య నువ్వు ఇప్పుడు చెప్పలేదంటే నేను మీ అప్పకి కాల్ చేసి చెప్తాను. అదా ఏం లేదు சொல்லுடா. ఏం లేదు இப்ப சொல்ல போறியா இல்லையா? இல்லனா அப்பா கிட்ட சொல்லிடுவேன். அப்பா திட்டியே இல்லையே. அப்படியா? ഓക്കേ, നീ വെയിറ്റ്. ഡോണ്ട് വറി ഐ ആം എ പ്രോ ഡ്രൈവർ. ബാലന്റെ കിട്ട് எல்லாரும் ஒரு ஃபங்க்ஷன் போயிட்டாங்க. ഫംഗ്ഷൻ പോയാലും വരൂലേ? അമ്പത്തൂരുണ്ടല്ലോ, അമ്പത്തൂരിനെ വിളിച്ചിട്ട് പറയാം. ബേബി ബേബി സൊല്ലു ബേബി. അയ്യോ പറ ബേബി. ഞാൻ ഈ വണ്ടിയിൽ ഇറങ്ങുവേട്ടോ. ഏത് ബേബി? എടാ എങ്ങോട്ടാ അങ്ങോട്ട് വന്നേ? സൂര്യ ഏത് ബേബിനെ പറയുന്നത്? അവന്റെ ബേബി. చెప్పు బేబీనా సొల్లు బేబీనా అర్థం. బేబీనా కోతి సమీర్. നമുക്ക് ഇവിടെ നിൽക്കാം, അവര് എത്തുമ്പോ വിളിക്കും. వాడికి తెలిసిందనుకో సాము కడతాడురా. వాడికి తెలియదులా. ഞാനോ అందరిని కోతి, వాళ్ళ అమ్మని కూడా కోతి
Raghavendra. കോത്തിയാ അവര് അറിയില്ല Rekoti, ni Bhagavendra. നീതാ കോത്തി പോ കൂത്തിന്നും വിളിക്കല്ല. అది కోతి అయితే నువ్వు కొండ ముచ్చిరా. ഇത് ഞാൻ ഇത് എവിടെ ഉള്ളത്? ഇത് ഏതോ ഒരു ഗ്രഹത്തിൽ ഞാൻ പെട്ട പോലെ എനിക്ക് നിങ്ങളെ 3 പേരുടെ കൂടെ പെടുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇത് ഏതോ ഒരു അന്യഗ്രഹ ജീവികളുടെ കൂടെ ഉള്ള പോലെ. இல்ல இல்ல நீங்க போய் பார்த்துட்டு வாங்கண்ணே, நான் அங்க வெயிட் பண்றேன் இல்ல. என்னால உள்ள போகாம இருக்காதீங்க. அது வாங்க கேங் ஹவுஸ். எங்க இப்ப போறேன்னு சொல்லி கேட்டியே, எம்ஆர்சி கேங் ஹவுஸ் போகணும்டா. നീ വരുന്നില്ല? நீ போ. நான் வரதுனா வரேன், எனக்கு ஒன்றும் பிரச்சனை இல்லை. அவங்க பெரியவங்க கூட தானே பிரச்சனை. ഇതേതാ ബൈക്ക്? ഇതെങ്ങനെയുടെ ബൈക്ക് എത്തിയേ? സീം ബൈക്ക്. എടാ ഇതേതാ ബൈക്കടാ സൂര്യ? ഇത് സിറ്റിയിൽ இருக்க ഡിഫോൾട്ട് ബൈക്കടാ. ఐరా ഈ ബൈക്ക് ഉണ്ടല്ലോ, ഈ ബൈക്ക് വേണം ഉനക്ക്? വേണം വേണം. 30 കോടി. 30 കോടിയാ? വേണ്ട, അന്നെ പറ്റിക്കാനുള്ള പരിപാടിയല്ലേ ഇന്റെ. ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. కాదు నువ్వు వీళ్ళిద్దరు అటు వెళ్తే నేను అటు చూసుకుంటూ ఉన్నా, నేను అటు వెళ్ళిపోయాను అనుకున్నా. ഞാൻ നിങ്ങളൊക്കെ ഇവിടെ കണ്ട ശേഷം ഞാൻ ഇങ്ങോട്ട് ഓടുന്നത്. എന്താ ഞങ്ങക്ക് ഈ ഭാഷ പഠിപ്പിച്ചു തരാം, നമുക്ക് മനസ്സിലാക്കല എന്നെ ചീത്ത വിളിക്കുന്നതാണോ അല്ലയോന്ന്. ചീത്ത വിളിക്കുന്നൊന്നല്ലടാ, ഞമ്മള് നോർമലിയാണ് സംസാരിക്കുന്നത്. ചീത്തന്നല്ല, ചീത്ത വിളിക്കുകയാണെങ്കിൽ അതിനെ എടാ നീ മിണ്ടല്ലേ നിനക്ക് അടച്ചു തിരക്കുന്നത്. നീ എന്താ പറഞ്ഞേ? നിനക്കെല്ലാം ചീത്ത ഷമി ബേബി ഷമി ആ അങ്ങനെ വിളിക്കല്ലേ, നാണം വരുന്നു. നമുക്കേ ഗാംഗ് ഹൗസ് പോയാലോ? പോവാ, അവര് വരുന്നുണ്ട്. ഒരു മിനിറ്റ്. ആരാ ജയ എവിടെ എത്തിയടാ? എന്തൊക്കെ രാവാ ഞാൻ ചെറുതായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാനും കൂടി വരാം, എന്തായാലും നമുക്ക് പറഞ്ഞു തീർക്കാം. నువ్వు వస్తున్నావా? నీ വരുന്നോ? ഓക്കെ 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 ഓക്കെ. ഞാനിത് ഇടാ മുതുക്കിന്റെ അടുത്തുള്ള ഒരു മലയിലുണ്ട്. ഇവനോ ടക്കായി പോയോ? നീ കഴിഞ്ഞിട്ട് വിളിക്കട്ടാ. ഓക്കെ. தெரியாதுடா. ஏய் வா ஷமீர், ഗാംഗ് ഹൗസ് പോവാ. അല്ല അതിന് അവര് ഇവൻ ജെ വരുന്നുണ്ടോ? ഇനിയിപ്പോ എത്തു. ഓൻ വരട്ടെ. ഒരു മിനിറ്റ്. ആയിരാ ఇక్కడ రారా. നീ പോ ജിയെന്നാ, അവര് വരും. എന്നാ പിന്നെ നമുക്ക് പോവാം. താരാ എന്നടാ ജെല്ലു ഊട്ടാനാ? ഏത് ജെല്ല്? ഏത് പെണ്ണു കൂടെ സംസാരിച്ച ഞാന്? നീ ഉങ്കിட்ட പ്രൂഫ് இருக்கா? എന്നാ പ്രൂഫ്? പ്രൂഫ് കാണിക്കും. അല്ല അമിച്ചു വിടണ്ട. ആയിരാ നിങ്ങൾ എന്താ പരിപാടി? നമ്മള് ഗാംഗ് ഹൗസ് കാണാൻ പോവാ. ആണല്ലേ? മാക്ക് വന്നോ? മാക്കിനെന്തിന്? അല്ല മാക്ക് വന്നോ നോക്കുന്ന. മാക്കിന് കാര്യം പറയാൻ. നിങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ? അല്ല അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. താരാ അവന് അവന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, ആര്യ. ഞാനും റായൻ എങ്ങനെയാ ബെസ്റ്റ് ഫ്രണ്ട്സ്, അങ്ങനെയാ അവര്. ഷമി ഓ പിന്നെ ഞാൻ നീ ഈ രായന്റെ കാര്യം മിണ്ടല്ലാന്ന് ഞാൻ പറഞ്ഞേ. ബാ പോവാലോ. പിന്നെ നമുക്ക് പോവാ ബാ. വണ്ടിയുടെ അതെങ്ങനെ മനസ്സിലായി? സത്യം സൗണ്ട്
കേട്ടപ്പോ. അത് കേട്ടു. ഞാൻ ചെയ്തല്ലേ? അയ്യോ ഫ്യൂൽ ഇല്ലടാ, ഒരു എന്നാ മിനിറ്റ്. ഫ്യൂൽ അടിച്ചിട്ട് പോവാ. ലൊക്കേഷൻ അറിയോ സൂര്യക്ക്? അറിയുമേ? ആ എന്നാ വാ. ഇതില് ഫ്യൂൽ ഉണ്ടോ? എന്റെ ഒരു എടാ ഫ്യൂൽ ക്യാൻ ഉണ്ടോ? ഇതാ. ഫ്യൂൽ താങ്ക് യു. തരാൻ വേണ്ടിയില്ല, കൊടുത്തിട്ടുണ്ട്. എടേ അതില് ഫ്യൂലേ ഇല്ല പട്ടി. ബാക്കിയർ ഏടാ? എടാ నిన్నే నేను ముదుకులే వదిలేయాలరా? అదే అదే. ఓకే. ఎక్కడ పోతున్నారు? మేము గ్యాంగ్ హౌస్కి వెళ్తున్నాం, వస్తావా నువ్వు? അയ്യോ വണ്ടി പോയോ? நீங்க ரெண்டு பேரும் போங்க, நான் பின்னாடியே வரேன். ஓகே. வேற வண்டி எடுத்துட்டு அப்பதான் ஏதாவது இருந்துன்னா நானும் இறங்குவல்ல, அப்படியே பட்டு. ഞാൻ മിക്കവാറും ഒരു തമിഴനായി പോകുന്ന തോന്നുന്നു കേട്ടോ ഇവരോട് സംസാരിച്ചിട്ട്. ഞാനോതുമ്പി താഴത്തൊട്ടിൽ തടുമീൻ തട്ടി. കണ്ണൂർ കിങ് കാർ എവിടെ പോയടാ? ഹലോ. ആ വണ്ടി കിട്ടിയാ? വണ്ടി കിട്ടിയാ? എടാ നമുക്കേ നമുക്കൊരു ഒരു റേഡിയോ സെറ്റ് ആക്കിയാലോ? എന്തിന്? സംസാരിക്കാൻ. ആ ആക്കാം. അതെങ്ങനെ ആക്കാം? ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കും, നീ അവിടെ എവിടെയോ നിൽക്കും. നീ ഗ്യാങ്ങിലില്ലാന്നോ? പിന്നെ ആരും നിന്റെ ഉപ്പയാണോ ഗ്യാങ്ങിലുള്ളത്? മൈരേ എന്താ ഈ പറയുന്നത്? ഹായ്ഡാ. ആ എന്താ? ഓർമ്മയുണ്ട്. പേരെന്താടാ? എന്റെ പേര് കൃതിക. ഹൃതിക. നമ്മള് കണ്ടിട്ടുണ്ട് പണ്ട് സൂര്യയുടെ കൂടെ. ഞാനുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, ഞാനും താരയും. MRC റോളില്ലാറത്. എടാ ആരാ MRC എന്ന് പറയുന്നത്? അതൊന്നും ആലോചിച്ച് നോക്കും മോനെ. MRC എന്ന് പറയുന്നത് ആരല്ലാന്ന് മോനെ ഒന്ന് ചിന്തിച്ചു നോക്കും കേട്ടോ, എന്നിട്ട് സംസാരിക്കും. സോറി, ഞങ്ങൾ വേറെ ഒരു പ്ലേസിലോട്ട് പോവാടാ. ഞാൻ വണ്ടി എടുക്കുക ഷമീർ, വെയിറ്റ്. വണ്ടി എടുക്കൂ, ടൈം വേണ്ടി വരും, കത്തി നിൽക്കാൻ തോന്നുന്നു. ജിഎച്ച് പോവാൻ ആ വണ്ടി ബേബി. ആ ബേബി എന്താ ബേബി സൈലന്റ് ആയിട്ട് നിൽക്കുക? ഞാന് അറിയില്ല ഇതെന്താ സംഭവം, ഇതൊന്നും എനിക്ക് അറിയില്ല കേട്ടാ. ഇത് എന്താ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല ഈ നാണമനില്ലാത്ത മോട്ടിസ് എന്നൊക്കെ പറയുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മളങ്ങനെ എടുക്കൂലല്ലോ. ആയോ പോവാം. നോ ലുക്ക് ചാറ്റ് ഫ്ലോ പോവാ. അല്ല ഇതെന്തോ ഇതാരെന്തോ പറയുന്നുണ്ട്. ഞാൻ വിട്ടത് ഇതെന്തല്ല ഇവന്മാര് പറയുന്നു. ആ അല്ല അവരുടെ ഐറയും ഇവനും സൂര്യയും. ഐറ വരുന്നില്ല. സൂര്യ എവിടെ? ഇതാരാ? ഇത് ചിന്നുകുട്ടിയാണോ? ഏത് ട്രക്ക്? മറ്റേ ഇത് എനിക്ക് വണ്ടിയുടെ പേര് മനസ്സിലാക്ക്. നീ ഗ്യാങ്ങിലില്ലാന്നോ? ഞാൻ ഗ്യാങ്ങിലില്ലാണ്ട് അപ്പൊ ആരാ പിന്നെ ഉള്ളത്? അപ്പൊ തൊപ്പിയൂല്ലേ? അപ്പൊ ഫ്ലീക്കാന്റെ അടുത്ത് അപ്പൊ ആര് MRG ഗ്യാങ് പറഞ്ഞ ആരാ? അപ്പൊ ഹലോ ഷമീർ ഖാൻ ബ്രോ നിർത്ത. ആ ടക്കായി എവിടെ?
ഞാൻ വരുന്നിക്കാം ആ, വാടാ. ഞാൻ ഇത് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലെത്താനായി, ഇങ്ങോട്ടേക്ക് വാ. ആ വരുന്നിക്കാം വരുന്നു. ആ വാ. ആ ഞാൻ നോക്കുന്നില്ല. താങ്ക് യു. അല്ല വണ്ടി വാ വാ വാ. അതാണോ വണ്ടി? എവിടെ വണ്ടിയുടെ? ആ ഇതാ ഇവന്റെ ട്രക്കല്ല, ഇത് ഐസ്ക്രീം കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഞാൻ ഓടിക്കാം. ആ താരം ഓടിച്ചോ. ബൈ ബൈ സമീർ ബൈ, നാളെ பார்க்கலாம். നീ എങ്ക പോന്നേ? ബൈഡാ. നീ എങ്ക പോന്നടാ? അല്ല അപ്പൊ ഞാൻ കോ ലീഡർ അല്ലേ? എന്നോട് ഷെയ്ക്ക് പറഞ്ഞ നീ കോ ലീഡർ ആയിട്ട്, കോ ലീഡറിന്റെ ഇതാണ്, കോ ലീഡർ ആയിട്ട് കേറിയാൽ മതി എന്നാ എന്നോട് ലാസ്റ്റ് പറഞ്ഞത് ഷെയ്ക്ക്. ഒരു 3 ആഴ്ചയോ 2.5 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞതാ, നീ കോ ലീഡർ ആയിട്ട് വന്നാൽ മതി, അല്ലാണ്ട് മെമ്പറായിട്ട് വരണ്ടെന്നല്ല എന്നോട് പറഞ്ഞത്. ഇപ്പൊ എന്താന്ന് എനിക്ക് അറിയില്ല. എന്നോട് 2 ആഴ്ച മുമ്പ് അങ്ങനെ പറഞ്ഞത്. ഇതെങ്ങനെ കേറേ? അല്ല ഓൻ വരുന്നില്ല അപ്പൊ? അവൻ വരുന്നില്ലടാ, ആ അവൻ പോവാ, അവൻ ഇറങ്ങി. ഞാനോ തെലുതും പീപ്പി തല ചുട്ടിൽ തണ്ട് മീൻ തപ്പി. ഹലോ കേറിയാ? ആ കേറി. അല്ല എനിക്കറിയില്ല എന്താന്ന്, എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ കുറച്ച് നാളില്ലാത്തോട്ട് എന്തെല്ലാം അതിന് മാറ്റം വന്നത് എന്താന്ന് നമുക്ക് കാര്യങ്ങൾ അറിയില്ല. എന്നോട് അങ്ങനെയല്ലാന്ന് വാക്കെല്ലാം പറഞ്ഞത്, എനിക്കിപ്പോ അറിയില്ല എന്താന്നുള്ളത്. നമുക്ക് നോക്കാം. അല്ല ആ നിക്ക് എവിടെടാ ടക്കായി? ആ ഇവിടെ നമുക്ക് എടുക്കാം. അവര് വരട്ടെ. അവരോട് വരട്ടെ. ഇതെത്താ ഗേറ്റെല്ലാം വലിയ ഗേറ്റാണല്ലോ. ഓ പുറത്തുനിന്ന് കാണട്ടെ.